ഹായ് ഇസ്മി ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂഡി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അങ്ങനെ 3 വർഷത്തോളം നീണ്ട റഷ്യ ഉക്രൈൻ യുദ്ധം വഴിത്തിരിവിലേക്ക് അല്ലെങ്കിൽ അവസാനത്തിലേക്ക് എന്ന് പറയാം. കാരണം അമേരിക്കയുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ട്രംപിൻ്റെ ആ ഒരു മധ്യസ്ഥതയിൽ അല്ലെങ്കിൽ ട്രംപ് ഇടപെട്ടതോടുകൂടി യുദ്ധത്തിന് ഒരു ക്ലൈമാക്സ് വരാൻ പോവുകയാണ്. ഒരു സന്തോഷ വാർത്തയാണ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയാം. കാരണം 30 ദിവസത്തെ ഒരു വെടിനിർത്തലിന് അമേരിക്ക മുന്നോട്ട് വെച്ച ആ ഒരു കരാറിൽ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഒപ്പുവെച്ചതോടുകൂടി ഇപ്പോൾ എല്ലാ കണ്ണുകളും റഷ്യയുടെ മറുപടിക്കായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണെന്ന് പറയാം. കാരണം ഇതുവരെ റഷ്യ പ്രതികരിച്ചിട്ടില്ല. റഷ്യയും കൂടി ആ കരാറിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ അങ്ങനെ റഷ്യ ഉക്രൈൻ യുദ്ധം അങ്ങനെ അവസാന ഘട്ടത്തിലേക്കെന്ന് പറയാം. 30 ദിവസത്തെ വെടിനിർത്തലാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വരുവാനായിട്ട് പോകുന്നത്. ഇതുവരെ റഷ്യ അതിനെതിരെ പ്രതികരിച്ചിട്ടില്ലെങ്കിലും അമേരിക്ക ഇടപെട്ടത് കൊണ്ട് തന്നെ റഷ്യയും ഒപ്പുവെക്കാനാണ് ചാൻസ്. അങ്ങനെ ഇരുന്നാൽ 3 വർഷം നീണ്ട അല്ലെങ്കിൽ ലോകത്തിനെ വിറപ്പിച്ച ഒരു 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ യുദ്ധം അവസാനിക്കാൻ പോവുകയാണെന്ന് പറയാം. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ഒരു വാർ 2022 ഫെബ്രുവരിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം 3 വർഷത്തോളം. അതിനു മുമ്പ് 2014 തൊട്ടായി ഇവർ തമ്മിലൊരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും മക്കളെ ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും 2022 മൂർച്ഛനാവസ്ഥയിലെത്തിയതും 2022 ഫെബ്രുവരി തൊട്ടാണ് ഇത് മൂർച്ഛനാവസ്ഥയിലെത്തിയതും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാനായിട്ട് ആരംഭിച്ചതും. ഏകദേശം 2025 കണക്ക് പ്രകാരം ഏകദേശം 20% ഉക്രൈൻ്റെ 20% പ്രദേശങ്ങൾ ഇപ്പോൾ റഷ്യയുടെ അധീനതയിലാണ്. അതോടൊപ്പം 41 ദശലക്ഷം വരുന്ന ജനസംഖ്യയിലെ ഏകദേശം 8.2 ദശലക്ഷത്തോളം ഉക്രൈൻ രാജ്യം വിട്ടുപോയി എന്നത് മറ്റൊരു ദുഃഖകരമായ കാര്യമാണ് യുദ്ധം മൂലം. അങ്ങനെ ഒട്ടേറെ നാശനഷ്ടങ്ങളോ ഒട്ടേറെ മരണങ്ങളൊക്കെ സംഭവിച്ച 2 രാജ്യങ്ങൾക്കും നല്ല രീതിയിൽ നാശനഷ്ടങ്ങൾ വരുത്തി വെച്ച ആ ഒരു യുദ്ധത്തിൽ ഒരുവിധ ട്രംപ് വന്നതോടുകൂടി ട്രംപിൻ്റെ 2.0 അവതാരത്തിൽ ഇതിൻ്റെ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ഒത്തുതീർപ്പിലേക്ക് പോവുകയാണ്. ഇതിനു മുമ്പ് തന്നെ കഴിഞ്ഞ മാസം തന്നെ ഇതിനുള്ള മധ്യസ്ഥ ചർച്ചകളൊക്കെ ആരംഭിച്ചിരുന്നെങ്കിലും അന്ന് സെലൻസ്കിയും ട്രംപും തമ്മിൽ നടന്ന ആ ഒരു ചർച്ച എന്നത് വളരെ പരാജയപ്പെട്ടിരുന്നു. ചർച്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമായി ട്രംപ് രോഷാകുലനാവുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. ട്രംപ് വൈറ്റ് ഹൗസിൽ നിന്നും സെലൻസ്കിയോട് ഇറങ്ങിപ്പോകാനൊക്കെ പറഞ്ഞൊക്കെ നമ്മൾ സംഭവിച്ചാണ്. പക്ഷേ അന്നൊരിക്കലും നമ്മൾ വിചാരിച്ചില്ല ഇങ്ങനൊരു ടെസ്റ്റ് ഉണ്ടാകുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുമെന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഏതായാലും പുതിയ ഈ ഒരു ഉത്തരവെന്ന് പറയാം അല്ലെങ്കിൽ പുതിയൊരു നീക്കമെന്ന് പറയുന്നത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സമാധാനപരമായ നീക്കമാണെന്ന് പറയാം. കാരണം ആ ഒരു യുദ്ധം അവസാനിക്കുന്നു. ഒരു വശത്തെ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ഒരു യുദ്ധം, മറുഭാഗത്ത് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധവുമായിരുന്നു ലോകത്തിങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരുന്നത്. ഏതായാലും ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അമേരിക്ക ഇടപെട്ടതോടുകൂടി ഒരു നിർണായക ഘട്ടത്തിലേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യയുടെ ആ ഒരു മറുപടിക്ക് അല്ലെങ്കിൽ റഷ്യയുടെ ഒരു പ്രതികരണത്തിനായിട്ട് ഇങ്ങനെ ലോകം കാതോർത്തിരിക്കുകയാണെന്ന് പറയാം. ആ ഒരു കരാറിൽ റഷ്യയും കൂടെ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായി നീണ്ടുനിന്ന ഉക്രൈൻ റഷ്യൻ യുദ്ധത്തിന് തൽക്കാലമായിട്ടൊരു വിടയുണ്ടാവും. ഒരു 30 ദിവസമാണ്. 30 ദിവസം കഴിഞ്ഞാൽ വീണ്ടും നീട്ടാനുള്ള ചാൻസുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ നല്ലൊരു സന്തോഷ വാർത്തയായിരിക്കും 2025 ലോകത്തെ കാത്തിരിക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.